നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സാർ, വന്ദേ മാതരം. വന്ദേ മാതരം. പ്രശാന്ത് സാറ്, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തൊരു വിഷയമാണ് ഈ പോലീസ് തലപ്പത്തെ അഴിച്ചുപണി, പ്രത്യേകിച്ച് IPS ഉദ്യോഗസ്ഥരുടെ. ഇന്നലെ രാത്രി ഇന്നലെ ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ സാറ് എന്ത് തോന്നുന്നു ഇപ്പോഴത്തെ ഈ പുതിയ പോസ്റ്റിങ്ങുകളെ കുറിച്ച്? അങ്ങ് അഡ്മിനിസ്ട്രേഷനിൽ DIG ആയിരുന്ന ആളാണ്, AIG ആയിരുന്ന ആളാണ്. അങ്ങക്ക് ഇപ്പോഴത്തെ ഈ പോസ്റ്റിങ്ങിനെ കുറിച്ച് നല്ല രീതിയിലൊരു വിശകലനം നടത്താൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എങ്ങനെയുണ്ട് നമ്മുടെ കേരള പോലീസിന്? ഇതുകൊണ്ട് നേട്ടമാണോ അതോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകുമോ? എങ്ങനെയാണ്, അങ്ങേക്ക് എന്ത് തോന്നുന്നു? ഈ ചീഫ് മിനിസ്റ്ററും ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ പറ്റും? ഉള്ളവരെ വെച്ച് ഒരു ഓണം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് പത്രത്തിൽ ഞാൻ ഓടിച്ച് കണ്ടെന്നേ ഉള്ളൂ. എനിക്ക് മറ്റുള്ള തിരക്കിൽ നിന്ന് എനിക്ക് നോക്കാൻ പറ്റിയില്ല. നമുക്കിപ്പം നോക്കാം. എൻ്റെ അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഐ എം റിട്ടയർഡ്. അപ്പം ഇപ്പം എനിക്ക് ഒബ്സർവേഷനാണ്. ടാക്സ് പേയിങ് സിറ്റിസൺ ഈ നമ്മുടെ പോലീസിനെ എല്ലാവരെയും മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നവരെ ഞാനും നിരീക്ഷിക്കും. അത് എൻ്റെ ഒരു ജന്മാവകാശമാണ്. എനിക്കും നിരീക്ഷിക്കാം, എനിക്ക് അഭിപ്രായം പറയാം. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയുള്ള ഒരു അഭിപ്രായം, പ്രത്യേകിച്ച് ഈ വളരെ ജൂനിയർ ഓഫീസേഴ്സിനെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഇപ്പം പോസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ DIGമാരെയും മുതിർന്ന IG-മാരെയും എനിക്കറിയാം. ചിലർ എൻ്റെ ബാച്ചിൻ്റെ ജൂനിയേഴ്സാണ്, ചിലർക്ക് എൻ്റെ കണ്ടംപററീസാണ്, ചിലർ എൻ്റെ സീനിയർ ഓഫീസേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. അപ്പം ഞാൻ ഇവരെല്ലാം ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ്. അപ്പോൾ എനിക്ക് എൻ്റേതായ അഭിപ്രായമുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇനി എങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് നമ്മുടെ DGPക്ക് മാത്രം മാറ്റമില്ല, കേന്ദ്ര സർക്കാരും കൂടെ ചേർന്ന് തീരുമാനിക്കുന്നതാണല്ലോ. അതെ, DGPക്ക് കേന്ദ്ര സർക്കാരും എല്ലാം ചേർന്ന്. പക്ഷെ സ്റ്റേറ്റിനും മാറ്റണമെങ്കിൽ മാറ്റാം. പക്ഷെ മാറ്റുന്നില്ലായിരിക്കാം. അതൊക്കെ എന്താ പറയുന്ന ടോപ്പ് ലെവലിൽ തീരുമാനിക്കുന്നതാണ്. എന്നിരുന്നാലും ഇപ്പോൾ ഇറങ്ങിയ ഓർഡർ പ്രകാരം പിന്നെ അതിൽ 1-2 മോശപ്പെട്ട പോസ്റ്റിംഗ് ഉണ്ട്. പോസ്റ്റിംഗ് അല്ല, പോസ്റ്റ് ചെയ്തിട്ടില്ല. അതിനെപ്പറ്റി ഞാൻ പറയാം. അപ്പം ഇടയ്ക്ക് ഈ TV-യിലെ ആരോ എന്നെ വിളിച്ചു പറഞ്ഞ് പിന്നെ അവിടെ കോഴിക്കോട്ട് കമ്മീഷണറെ പോസ്റ്റ് ചെയ്യൽ എന്തോ ഒരു കോൺട്രവേഴ്സി ഉണ്ട്. നമ്മൾ വന്നു, പേര് വരുമ്പോൾ നമുക്ക് നോക്കാം. വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയാം. ആദ്യം നമുക്ക് ദിനേന്ദ്ര കശ്യപ്, നമ്മൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ പോലെ ഒരാൾ ഇന്റലിജൻസ് വരുന്നത് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് മറ്റേ കേന്ദ്ര ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ, കേന്ദ്ര ഗവൺമെൻറ് സർവീസിലെ അനുഭവ സമ്പത്തും, ഡെപ്യൂട്ടേഷനിൽ IB-യിൽ അദ്ദേഹം ജോലി ചെയ്തു എന്ന് എനിക്കൊരു സംശയമുണ്ട്. CBI-യിൽ ഉണ്ടായിരുന്നു, എനിക്ക് നന്നായിട്ട് അറിയാം. IB-യിലും ഉണ്ടായിരുന്നോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. എനിവേ, ഡൽഹി സർക്കിളിലൊക്കെ നല്ല കോണ്ടാക്ട്സ് ഉള്ള ഒരു ഓഫീസറാണ്. അപ്പം ഇരുന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു സംശയം. NIA-യിൽ പോയോന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ മറന്നുപോയി. CBI-യിലുണ്ടായിരുന്നു. പോയിടത്തെല്ലാം വളരെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഈ സങ്കല്പത്തിലൊക്കെ കാണുന്നില്ലേ, നമ്മൾ സിനിമയിൽ കാണുന്ന സുരേഷ് ഗോപി സ്റ്റൈലല്ല, അല്ലാതെ ഒരു മാന്യനും അപ്പൊളിറ്റിക് മിടുക്കനും മൃദുഭാവൻ ദൃഢകൃത്യം ആയിട്ടുള്ള ഒരു ഓഫീസർ. അതെ, അദ്ദേഹം ഇന്റലിജൻസിന്റെ ഹെഡായിട്ട് വന്നത് വളരെ നല്ല. ഇന്റലിജൻസ് സ്ട്രെങ്തൻ ചെയ്യണം. ഇന്റലിജൻസിനെ പണ്ടൊരു IPS ഉന്നതന് ഇവിടെ ഇരുന്നു. പക്ഷെ അയാളത് വളരെ മോശമായിട്ടാണ് അത് കൊണ്ടുപോയത്. പക്ഷെ അയാളെ എല്ലാവർക്കും പേടിയായിരുന്നു. DGP-മാർക്കൂടെ പേടിയായിരുന്നു. അത് ശരി. ഞാൻ SP ആയിരിക്കുമ്പം തന്നെയാണ്, ഞാൻ പേര് പറയുന്നില്ല, DGPക്ക് ആലില പോലെ വർക്കുമായിരുന്നു. എനിക്ക് നേരിട്ട് അറിവുള്ളതാണ്. പിന്നെ ഒരു പ്രഗത്ഭനായ DGP ഉണ്ടായിരുന്നു. പക്ഷെ ആ DGPക്ക് ഇയാളെ പേടിയാണ്. നേരിട്ട് ആ DGP ഒന്നും കാണിക്കാനൊന്നുമില്ല. പക്ഷെ ആ DGPക്ക് പോലും വളരെ പരിചയസമ്പത്തുള്ള ഒരു DGP-യുടെ കീഴിൽ ഞാൻ ജോലി ചെയ്തു. ആ DGPക്ക് ഇയാളെ പേടിയായിരുന്നു. അപ്പം ഇയാൾ പേടിപ്പിച്ചുകൊണ്ട് എനിക്കൊരു ട്രാൻസ്ഫറും വന്നു. DGP നിസ്സഹായനായിപ്പോയി. ഇയാൾ ADGP ഇൻ്റലിജൻസ് ആയിരുന്നാണ്. അപ്പോൾ ADGP ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പേടിപ്പിക്കാൻ പറ്റും. പിന്നെ CM-നെ ബ്രീഫ് ചെയ്യുന്നതാണ്, ഡയറക്റ്റ് ബ്രീഫ്. ADGP അല്ലെങ്കിൽ
IGP ഇവരാരെങ്കിലും ഒരാൾ CM-നെ ബ്രീഫ് ചെയ്യും. അപ്പോൾ IR of ദി ഗവൺമെന്റ് ആണ് സ്പെഷ്യൽ ബ്രാഞ്ച്. പക്ഷേ കുറച്ച് നാളായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിനെ ചവിട്ടി തെച്ചിട്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തെ 10 വർഷം അവർ സ്ട്രെങ്തൻ ചെയ്തിട്ടില്ല. പക്ഷെ അതുകൊണ്ട് ദിനേന്ദ്ര കശ്യപ് സാറിൻ്റെ എക്സലൻറ്റ് പോസ്റ്റിംഗ് ആണ്. അടുത്ത ഹർഷിത അട്ടലൂരി മാഡം ട്രാൻസ്ഫേർഡ് ആൻഡ് പോസ്റ്റഡ് ടു വെരി ഗുഡ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ. അപ്പോൾ മാഡത്തിന് അഡ്മിനിസ്ട്രേഷനിലൊക്കെ ഇടപെടാൻ സാധിക്കുമോ? അല്ല, ഇടപെടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാഡത്തിന് മുമ്പ് വരുന്ന ഫയല് അതൊക്കെയാണ് ഈ ഇങ്ങനത്തെ ഓഫീസേഴ്സിൻ്റെ ബ്യൂട്ടി. ആ വരുന്ന ഫയലിൽ അവർ നോ ആണെങ്കിൽ അവർ എന്തുകൊണ്ട് എന്ന് എഴുതും, യെസ് ആണെങ്കിൽ അവർ വ്യക്തമായിട്ട് എഴുതും. അല്ലാതെ ഈ സീൻ എന്നെഴുതി വിടുന്ന പരിപാടിയില്ല. നോക്കാം. പണ്ട് ഇവിടെ സക്കറിയ മാത്യു സാർ വളരെ പ്രഗത്ഭനായ ഓഫീസറായിരുന്നു. അദ്ദേഹം ഫയലിൽ സീൻ എന്ന് എഴുതി, IAS ഓഫീസർ. അദ്ദേഹം പ്രതിയായിപ്പോയി. അദ്ദേഹത്തിനെ വിജിലൻസ് പ്രതിയാക്കി. സീൻ എന്ന് എഴുതാനല്ല അവിടെ ഇരുത്തിയിരിക്കുന്നത് എന്നാണ് ഞാൻ എന്നപ്പോൾ വിജിലൻസ് എൻ്റെ ഗുരു ജമാൽ സാറിൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ സക്കറിയ മാത്യു സാറിൻ്റെ വീട്ടിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആണ്, വളരെ സത്യസന്ധനാണ്. അപ്പം ജമാൽ സാർ പറഞ്ഞു, കുറച്ച് ഞാനും എഴുതിത്തരാം. അദ്ദേഹം വളരെ സത്യസന്ധനാണ്. പക്ഷെ അദ്ദേഹം ഫയലിൽ സീൻ എന്ന് എഴുതി. സീൻ എന്ന് എഴുതാനല്ല, അതെന്താണെന്നുള്ളത് കേസിനെ പറ്റി ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അല്ല, സീൻ നോ അല്ലെങ്കിൽ യെസ് എന്താണ് റീസൺസ്. അപ്പോൾ അതേപോലെ ഈ ഹർഷിത അട്ടലൂരി മാഡത്തിന് ആരും പേടിയൊന്നുമില്ല. ഷീ ഈസ് വെരി ബോൾഡ്. അപ്പോൾ അട്ടലൂരി മാഡത്തിൻ്റെ നല്ല പോസ്റ്റിംഗ് ആണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്. അങ്ങനെ ഒരാൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത് തന്നെ പോലീസിനൊരു മൊത്തത്തിൽ ഒരു ഗുണമാണ്. അടുത്തത് ശ്യാം സുന്ദർ IPS. ഞാൻ ഇദ്ദേഹത്തിനോട് ജോലി ചെയ്തിട്ടെങ്കിലും ഇദ്ദേഹത്തെ ഞാൻ ഒരുപാട് സ്റ്റഡി ചെയ്തു, ഒബ്സർവ് ചെയ്തു. ഈസ് എ എക്സലൻറ്റ് ഓഫീസർ. പക്ഷെ അദ്ദേഹം നമ്മുടെ കേഡറല്ല, വേറെ ഏതോ കേഡറാണ്. പക്ഷെ മലയാളിയാണ്. അദ്ദേഹം കൊല്ലം ബേസ്ഡ് ആണ് സംശയമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വൈഫ് ഹൗസ് കൊല്ലത്തിൽ. അദ്ദേഹം പക്ക മലയാളിയാണ്, എക്സലൻറ്റ് ഓഫീസറാണ്. പക്ഷെ അദ്ദേഹം എന്തോ ഒരു കേസ് മറ്റോ ഫയൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് കേഡർ വേറെ ആരോ എന്തോ അട്ടിമറിച്ചപ്പോൾ അദ്ദേഹത്തിന് വേറെ കേഡർ പോയി, സ്റ്റേറ്റ് കേഡർ. എനിക്കിവിടെ കിട്ടേണ്ടതാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ക്ലെയിം ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് സ്കാറ്റിലോ അതോ സെൻട്രൽ ഗവൺമെന്റിലോ മറ്റോ ഒരു റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ബലത്തിലാണ് അദ്ദേഹം ഇവിടെ ഏത് പോസ്റ്റിലേക്കാണ് സാർ? അദ്ദേഹം IG ആണ്, IPS ഇൻസ്പെക്ടർ ജനറൽ ഇന്റലിജൻസ്. അപ്പോൾ ശ്യാം സുന്ദർ സാറും ദിനേന്ദ്ര കശ്യപ് സാറും അട്ടലൂരി മാഡം, അയ്യോ അത് ഭയങ്കര ടീമായിപ്പോയി. ഇപ്പൊ എന്നേക്കാളും വലിയ ടീമായിപ്പോയി. ഞാൻ ക്വാളിറ്റി പറയണം. ഇത്രയും പേരും കൂടെ അവിടെ വേണ്ടായിരുന്നു എന്നൊരു സംശയം. എന്ന് പറഞ്ഞാൽ ഈ ശ്യാം സുന്ദർ സാറിനെയൊക്കെ വേറെ എവിടെയെങ്കിലും എന്ന് പറഞ്ഞാൽ ഓൾറെഡി 2 പേരെ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞു. എനിവേ പോട്ടെ, നല്ലത്, സ്പെഷ്യൽ ബ്രാഞ്ച് നന്നാവുമല്ലോ. ശ്യാം സുന്ദർ. അടുത്ത നിശാന്തിനി IG പോസ്റ്റഡ് ആസ് ഇൻസ്പെക്ടർ. നിശാന്തിനി ഈസ് ഓൾസോ ഗുഡ്. അടുത്ത നാരായൺ DIG. പുള്ളിയെ പറ്റി എനിക്ക് ഒന്നും അറിയാൻ പാടില്ല. എനിക്കറിയാൻ, ഞാൻ കണ്ടിട്ടുണ്ട്, ബട്ട് ഐ കുഡ് നോട്ട് സ്റ്റഡി ഹിം. അടുത്ത അരുൾ ബി കൃഷ്ണ DIG, നമ്മുടെ പാൽക്കുളങ്ങരക്കാരൻ. അരുൾ നിക്കറിട്ട് നടക്കുമ്പോൾ എനിക്ക് അറിയാം അരുളിനെ. അരുളിൻ്റെ അച്ഛൻ എൻ്റെ കീഴിൽ ഹെഡ് കോൺസ്റ്റബിളായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അരുളിൻ്റെ അച്ഛൻ വളരെ സത്യസന്ധനായ ഒരു ഓഫീസറാണ്. നല്ല ധൈര്യമുള്ള ഓഫീസറാണ്. അദ്ദേഹത്തിന് ആവശ്യമില്ലാതെ ഗവൺമെൻറ് ട്രാൻസ്ഫർ ചെയ്ത് ഇപ്പോൾ വോളണ്ടറി റിട്ടയർമെൻറ്റ് എഴുതി മുഖത്തിട്ട് കൊടുത്തിട്ട് അങ്ങനെ പോയി. ബാലകൃഷ്ണൻ, അരുളിൻ്റെ അച്ഛൻ. അപ്പോൾ എനിക്ക് അവരെ നന്നായിട്ടറിയാം. പക്ഷേ തിരുവനന്തപുരം കമ്മീഷണറായിട്ട്. പക്ഷേ അരുള് ഡോക്ടറാണ്, MD ഒക്കെ കഴിഞ്ഞു. പഠിക്കാൻ ഭയങ്കര മിടുക്കനായിരുന്നു. ചെറുപ്പത്തിലേ എനിക്കറിയാം. ബാലകൃഷ്ണൻ വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുകയും ഫാമിലി ഫ്രണ്ട് എന്നല്ല, ഞങ്ങളിപ്പോൾ കുറച്ച് നാളായിട്ട് ഈ അരുളിന് IPS കിട്ടിയ ശേഷം ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധവുമില്ല. IPS കിട്ടുന്നവരെ ഞങ്ങൾ തമ്മിൽ വലിയ അടുപ്പമായിരുന്നു. ഞാനവിടെ പോകുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ല. പിന്നെ പലയിടത്തൊക്കെ വെച്ച് അരുൾ എന്നെ കാണുമെന്നേ ഉള്ളൂ. അരുളിന് എക്കണോമിക് കറപ്ഷൻ ഇല്ല, അതെനിക്ക് 100% ഷുവറാണ്. പക്ഷേ അരുളിനോട് എനിക്കൊരു അഡ്വൈസ് ഉണ്ട്. അതായത്
സ്വപ്പം കൂടെ ആക്റ്റീവ് ആവണം. ഓ ഓ ഹി ഡസൻ ഡു തിങ്സ്. ആ പുള്ളി പിന്നെ മെല്ലെപ്പോക്ക് വേറെ വൃത്തികളൊന്നും ചെയ്യില്ല. പക്ഷേ അതിനല്ല കമ്മീഷണറെ ഇരുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് DIG ക്വിക്ക് ആക്ഷൻ എടുത്തില്ലെങ്കിൽ ആക്ഷൻ എടുത്താൽ മതി. പിന്നെ അദ്ദേഹം ഈ ഒപ്പ് മാത്രം, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ഓഫീസറെ പറ്റി പറഞ്ഞു, ഒപ്പ് മാത്രമേ ഇടുള്ളൂ, വേറെ ഒന്നും ചെയ്യില്ല. ഏകദേശം ആ സ്റ്റൈലാണ് അരുൾ പേടിച്ച് അങ്ങനെ ചെയ്യുന്നതാണോ? അച്ഛൻ അങ്ങനെ അല്ല. അരുളിന്റെ അച്ഛൻ നല്ല ധൈര്യശാലിയാണ്. ആ ഒരു ധൈര്യം മകന് കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് അരുളിനോടുള്ള ഒരു അഡ്വൈസ്, ബീങ് എ സീനിയർ ഓഫീസർ, എക്സ്പീരിയൻസ്ഡ് ഓഫീസർ, പിന്നെ അയാളുടെ ഒരു വെൽ വിഷറാണ് ഞാൻ. അരുളിൻ്റെ അടുത്ത് എനിക്കുള്ള ഉപദേശം കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആവണം. ആക്റ്റീവ് അല്ല, ഈസ് നോട്ട് ബോൾഡ്. പ്രത്യേകിച്ച് ഒരു ക്യാപിറ്റൽ സിറ്റി ട്രിവാൻഡ്രം കമ്മീഷണർ എന്തെങ്കിലും ചെയ്യണം. ഒന്നുമില്ലെങ്കിലും ഇവിടെ ഒരു വലിയ ലാൻഡ് ഓർഡർ വിഷയം സെക്രട്ടറിയിലുണ്ടാകുമ്പോൾ ഞാൻ രണ്ട് കമ്മീഷണറെ കണ്ടിട്ടുള്ളൂ. ഒന്ന് രാജൻ സിംഗ് സാർ, എക്സലന്റ് IPS ഓഫീസറായിരുന്നു. അദ്ദേഹം രാജിവെച്ച് പോയി. അദ്ദേഹത്തിൻ്റെ വൈഫ് IAS ആണ്, അവരുണ്ട്. അപ്പം പിന്നെയുള്ള നാഗരാജ് സാർ, ഇവർ രണ്ടുപേരും സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ സെറ്റിൽ കൂടെ കേൾക്കും അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. സാറ് പ്രശ്നമാണ് സാർ, ചിലപ്പോൾ ലാത്തി ചാർജ്, പിന്നെ ഇവരെ കിട്ടില്ല, പിന്നെ ഔട്ട്, കമ്മീഷണർ ഈസ് ഔട്ട്. പിന്നെ വെടിവെപ്പോ എന്തെങ്കിലും ആണെങ്കിൽ എനിക്കൊന്നും അറിഞ്ഞൂടാ. അപ്പം അരുളിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ള അങ്ങനെ ചെയ്യരുത്. നാഗരാജലു സാറ് ഇവിടെ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടിരിക്കുമ്പം ഞാനത് അദ്ദേഹത്തിന് എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ അനുഭവമുണ്ട്. അപ്പം അരുൾ നല്ല ഓഫീസറാണ്. ബട്ട് സോ ഹി ഹാസ് ടു ഡു സംതിങ്. ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത് ഒരു വലിയൊരു രാഷ്ട്രീയക്കാരുടെയൊക്കെ സമ്മർദ്ദവും അല്ല, സമ്മർദ്ദമൊന്നുമില്ല. അയാൾക്ക് എന്തെല്ലാം ഒരു കമ്മീഷണർ, ഇപ്പോൾ ഞാൻ ഇവിടെ സിറ്റി കമ്മീഷണറായിട്ട് വന്ന രാഷ്ട്രീയക്കാരെ ആരും ഒന്നും പറയില്ല, ട്രാഫിക് ഒന്നും നന്നാക്കല്ല, ഒന്നുമില്ലെങ്കിൽ വാർഡന്മാരെന്താ ചെയ്യുന്നത്? പീക്ക് ടൈമിൽ പോലീസുകാർ പോകരുത്. പോലീസുകാർ പോയാൽ അപ്പം തന്നെ സെറ്റ് വിളിച്ചു പറയും. സ്വന്തം കാറിൽ അരുൾ ബി കൃഷ്ണ സ്വന്തം കാറിൽ വണ്ടി ഓടിച്ചു പോകണം. വണ്ടി ഓടിച്ച് പോയാലേ ഇത് മനസ്സിലാവുള്ളൂ. ഒന്നും ഇത് ജനങ്ങളെ സഹായിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ അതെൻ്റെ ജോലിയല്ലാതെ DYSPയുടെ ജോലിയാണ്, SIയുടെ ജോലിയാണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അവർ ലാക്സഡാസ്കിൽ രീതിയിൽ ഒരു എന്താ പറയുന്ന സ്ലോപ്പി ആയിട്ട് അവർ പോവുകയാണെങ്കിൽ അവരെ കറക്റ്റ് ചെയ്യണം. അതാണ് മേലുദ്യോഗസ്ഥൻ്റെ കൺട്രോൾ എപ്പോഴും. അതെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അയാളുടെ ഒരു വെൽ വിഷറാണ്. അതുകൊണ്ട് അരുൾ ബി കൃഷ്ണ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ആരെയും കയറി അടിച്ച് വെടിവെച്ച് മറ്റേ സുരേഷ് ഗോപി സ്റ്റൈലിൽ അങ്ങനെയൊന്നും ചെയ്യണമെന്നല്ല പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒന്നുമില്ലെങ്കിൽ വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ അല്ലെങ്കിൽ പിന്നെ മ്യൂസിയം ജംഗ്ഷൻ, വഴുതക്കാട് ജംഗ്ഷനിൽ ഇയാൾ ഒറ്റയ്ക്ക് എന്തോന്നാണ് ചെയ്യുന്നത്? ഈ വാർഡന്മാരും മാത്രം എന്താ ഇവിടെ? വേറെ ഓൾ അവർ പോലീസ്മെൻ ഗോൺ. മറ്റു പോലീസുകാർക്ക് എവിടെ പോയി? ചെറുപ്പക്കാർ മതി. ഞാൻ 50 വയസ്സായ പോലീസുകാരെ പിടിച്ച് റോഡിൽ നിർത്തണമെന്ന് ഞാൻ പറഞ്ഞില്ല. 3 മണിക്കൂറെങ്കിൽ 3 മണിക്കൂർ പോലീസുകാർ നിൽക്കണം. അത് ഒന്നുമില്ലെങ്കിൽ ഇത് ക്യാപിറ്റലില്ലേ, ക്യാപിറ്റലിൽ നിന്ന് തുടങ്ങട്ടെ. വാർഡൻ വേണമെങ്കിൽ സഹായിക്കാൻ നിന്നാൽ ഇത് കംപ്ലീറ്റ് വാർഡിൻ്റെ തലയിൽ വെച്ച് കൊടുത്തിട്ട് ഈ പോലീസുകാരെ, അത് എനിക്ക് മനസ്സിലായി. അത് പിന്നെ കഴിഞ്ഞ UDF ഭരണകാലത്ത് ഒരു കോൺഗ്രസ് നേതാവ് ഇടപെട്ട് പോലീസുകാരെ എല്ലാവരെയും ഇത് ചെയ്തതാണ്, അവരെ ഒഴിവാക്കി കൊടുത്താണ്. അത് CPM ഭരണം അത് കണ്ടിന്യൂ ചെയ്തു. പല ജംഗ്ഷനിലും പോലീസുകാരില്ല. അല്ല, ശരിയാണ് സാറ് പറഞ്ഞത്. നമ്മൾ പലപ്പോഴും പിന്നെ ഉള്ളതെന്ന് പറയുന്ന ഈ പാർക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ട് അരുൾ ബി കൃഷ്ണൻ ഞാൻ ചോദിക്കണേ, എന്തുകൊണ്ട് CMന്റെ വീട്ടിൻ്റെ അവിടുന്ന് നമ്മളെ സ്റ്റൈൽ പ്ലസ് അതുവഴി ഒരു ഇതുണ്ടല്ലോ, 2 സൈഡിലും കാർ പാർക്ക് ചെയ്യാമല്ലോ. അതേസമയം കേശവാസുരത്തോ അല്ലെങ്കിൽ പരുത്തിപ്പാറ മറ്റേ ജംഗ്ഷനിൽ ഭയങ്കര വീതിയുള്ളതാണ്, അവിടെ എങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ വാഴ പിഴയാണെന്ന് വന്ന് അട്ടാസം ബഹളമാണ്. അപ്പോൾ ചില സ്ഥലത്ത് പാർക്ക് ചെയ്യാം, ചില സ്ഥലത്ത് പാർക്ക് ചെയ്യാം. ഇത് എന്താണെന്നുള്ളതിൻ്റെ ഉത്തരം എനിക്കറിയാം. ഞാൻ സബ് ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോഴേ മാസപ്പടിയുണ്ട് പല സ്ഥലത്തും. അത് ശരി. അത് ഉണ്ട്, അത് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ വണ്ടി പാർക്കിംഗ് അലോഡ്. ചില സാറത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇവിടെ ഒരു ആയുർവേദ കോളേജിൻ്റെ അടുത്തൊരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ പാർക്ക് ചെയ്യാൻ അവിടുത്തെ സ്പേസിൽ, പിന്നെ ചില കണ്ണാടി കടയുടെ നമ്മുടെ ഒരു പത്ര സുഹൃത്ത് തന്നെ അദ്ദേഹം വണ്ടി കൊണ്ട് വെച്ചപ്പം അവർ പറഞ്ഞു ഇവിടെ വെക്കാൻ പറ്റത്തില്ല എന്ന്. അല്ല, അത് കാര്യം അന്വേഷിച്ച് വന്നപ്പോൾ ആ ഹോട്ടലിന്റെ ഉടമ
ഈ ട്രാഫിക് അവിടെ കൺട്രോൾ ചെയ്യാൻ നിൽക്കുന്ന ഉദ്യോഗസ്ഥനുമായിട്ട് ചേർന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അത് പിന്നെ വലിയ വിഷയമൊക്കെ. ഇത് ഞാൻ പറഞ്ഞ സബ് ഇൻസ്പെക്ടറിന്, എൻ്റെ സബ് ഇൻസ്പെക്ടറിന് 80s തൊട്ട് ഈ സംഗതി ഉണ്ട്, ഇപ്പോഴും പോയിട്ടില്ല, മാറിയിട്ടില്ല. മാസപ്പടി ഉണ്ട്, അതിന് ഒരു സംശയമില്ല. നമുക്ക് ഒരുപാട് സോഴ്സസ് ഉണ്ട്, അത് ഉണ്ട്. അല്ലെങ്കിൽ എന്താ ഇത് അലോ ചെയ്യുന്നത്? അത്തരം കാര്യങ്ങളിലെല്ലാം അല്ല. പിന്നെ സ്കൂൾ വിട്ട് ബസ്സൊക്കെ വരുമ്പോൾ അതൊന്നും, പിന്നെ 11 മണിക്ക് ശേഷം ഈ ടിപ്പറുകാർ വെളിയിറങ്ങാറുള്ളൂ. ഞാൻ ചലഞ്ച് ചെയ്യുകയാണ് അരുൾ ബി കൃഷ്ണ അടുത്ത് പറയണം, അരുൾ ബി കൃഷ്ണ, നിങ്ങൾ മഫ്റ്റിയിൽ കാറിൽ ഡ്രൈവ് ചെയ്ത് പോയി, ഈ ടിപ്പർ ലോറി എല്ലാം റോഡിലുണ്ട്. എന്തിനാണ് ഈ ടിപ്പർ ലോറി ഈ സ്കൂൾ സമയത്ത് പോരെന്ന് പറഞ്ഞാൽ, ഈ ടിപ്പർ ലോറി കഷ്ടകാലത്തിന് സ്കൂൾ ബസ്സിൽ ഇടിച്ച ഒരുപാട് പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിക്കും. ഒരു അന്വേഷണ കമ്മീഷനെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ഇതുപോലെയുള്ള, അതായത് ഇവിടെ പോലീസ് പ്രസൻസ് ഉണ്ട്, ഈ ഗവൺമെന്റ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഈ അത് സിറ്റി പോലീസ് കമ്മീഷണർ എൻഷുർ ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്. സാർ, ഈ അങ്ങ് പറഞ്ഞ ടിപ്പറിന്റെ കാര്യം നമുക്ക് വളരെ ഞാൻ ടിപ്പർ ഒന്നേ പറഞ്ഞുള്ളൂ, അങ്ങനെ എനിക്ക് 100 കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ഇവരൊക്കെ വളരെ ബുദ്ധിയും വിവേകവും വിവരമുള്ളവരാണ്, അരുൾ ബി കൃഷ്ണ പോലുള്ളവർ. എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? ചുമ്മാ പിന്നെ നെറ്റിപ്പട്ടം കെട്ടിയ ആനയെ പോലെ പിന്നെ ഓണം ആഘോഷത്തിന് ഫ്രണ്ടിൽ മാത്രം നിന്നാൽ പോരാ. ഇതുപോലുള്ള സ്ഥലത്ത് വേണം ലാത്തി ചാർജ് ചെയ്യണം. ചെയ്യാൻ പോകുമ്പോൾ വലിയൊരു സിറ്റുവേഷൻ വരുമ്പം ഗവർണർ രാജ്ഭവനിൽ മറ്റേ അന്നത്തെ പോലെ കട്ടിൻ്റെ അടിയിൽ ഓടി വിളിച്ചതുപോലെ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് അങ്ങനെ ചെയ്യരുത്. ഇവരെന്തിനാണ് പേടിക്കണത്? അയാൾക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല. ചക്രം വാങ്ങിക്കുന്നവനാണെങ്കിൽ പല കാര്യങ്ങളും പേടിക്കണം. അപ്പോൾ അരുൾ കൃഷ്ണയ്ക്ക് അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഈ ജനങ്ങളെ സഹായിക്കാനാണ് പോലീസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കാര്യങ്ങൾ ചെയ്യാം. പിന്നെ മറ്റുള്ളതൊക്കെ പോളിസി ഡിസിഷൻസാണ്. അത് സീനിയർ ഓഫീസേഴ്സും ഗവൺമെൻറ്റും എല്ലാം ആലോചിച്ച് തീരുമാനിക്കും. അടുത്തത് ഷൗക്കത്ത് അലി. ഈ ഷൗക്കത്ത് അലിയുടെ പോസ്റ്റിങ്ങിനെ പറ്റി IPS ഓഫീസേഴ്സ് ഒരു ചെറിയ വിവാദമൊക്കെ ഉണ്ട്. ഒരു വിവാദവും ഇല്ല. ഷൗക്കത്ത് അലി അയാളെൻ്റെ കൂടെ അയാളെൻ്റെ ജൂനിയറാണ്. അയാളെ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ 1-2 പ്രാവശ്യം. പക്ഷേ ഷൗക്കത്ത് അലിയെ ഞാൻ ഒരുപാട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. എക്സലൻ്റ് ഓഫീസറാണ്, സബ്ലൈം ടൈപ്പ് ഓഫീസറാണ്, വെരി ബോൾഡ്. അയാൾക്കാണെങ്കിൽ കട്ടിൻ്റെ അടിയിലും അവിടെ പല സ്ഥലത്തും ഒളിച്ചിരിക്കുകയായിരുന്നു. അയാളുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു ഓഫീസറാണ്. പിന്നെ പ്രൊമോട്ടഡ് ഓഫീസേഴ്സ് ഞങ്ങളെപ്പോലുള്ളത്, ഞങ്ങളുടെ അഭിമാനമാണ് ഷൗക്കത്ത് അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഞഞ്ഞാവിഞ്ഞ ഓഫീസർമാരല്ല പ്രൊമോട്ടഡ്. ഞഞ്ഞാവിഞ്ഞ ഓഫീസർമാർ IPS ഇടയിലുണ്ട്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് എഴുതി കൊടുത്താൽ ഹൈക്കോടതി കൊടുക്കാനുള്ള തിരുത്താൻ അറിഞ്ഞുകൂടാത്ത ഞാൻ കണ്ടിട്ടുണ്ട് ഡയറക്റ്റ് IPS ഓഫീസേഴ്സ്. ഞാൻ പേര് പറയുന്നില്ല. ഈ ചോദിച്ച ഇലക്ട്രോണിക്സ് ടിപ്പിൽ മറ്റേ ഇതുണ്ടല്ലോ, എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, അങ്ങനെ ഇങ്ങനെ ഓപ്ട്രോണിക്സ് എന്നൊക്കെ പറയും. ചിലപ്പോൾ അതൊക്കെ അവർക്കറിയായിരിക്കും. പക്ഷെ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ഇംഗ്ലീഷിൽ എഴുതി കൊടുത്താൽ തിരുത്താൻ പോലും അങ്ങനത്തെ ഓഫീസേഴ്സ് ഉണ്ട്. ഭയങ്കര മിടുക്കരായ ഓഫീസേഴ്സും ഉണ്ട്. അത് വേറെ കാര്യമാണ്. ഹരിശങ്കറിനെ പോലെ വളരെ മിടുക്കരായ ഓഫീസേഴ്സും ഉണ്ട്. അപ്പോൾ ഈ ഷൗക്കത്ത് അലി ഭയങ്കര മിടുക്കനായ ഓഫീസറാണ്. NIA പോയി ജോലി ചെയ്തിട്ട് വന്നതാണ്. മിടുക്കനാണ്. അയാളെ കാണാനും സുന്ദരനാണ്. ഈസ് എ വെരി എക്സലൻ്റ് ഓഫീസർ. ഈ പ്രൊമോട്ടഡ് ഓഫീസേഴ്സിൻ്റെ അഭിമാനമാണ് ഷൗക്കത്ത് അലി. ഇതുപോലുള്ള ഓഫീസേഴ്സ് ഇവിടെ കൂടുതലുണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ പിന്നെ ഷൗക്കത്ത് അലിയുടെ ആ വിവാദം, ഷൗക്കത്ത് അലി പോലീസിൽ വന്നിട്ട് 10-32 വർഷമായി. അയാൾ എങ്ങനെയാണ് ജൂനിയറാണ്? ഈ ഡയറക്റ്റ് ഏതെങ്കിലും ഒരു ഓഫീസർ അല്ല അവിടെ DCP ഉണ്ടെങ്കിൽ പിന്നെ അയാളെ മാറ്റുക. അയാൾ സീനിയർ ആണെങ്കിൽ അയാളെ അങ്ങ് മാറ്റുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഷൗക്കത്ത് അലിയുടെ പോസ്റ്റ് അല്ലേ? ഷൗക്കത്ത് അലിയുടെ പ്രവൃത്തി കണ്ട് ഈ ഗവൺമെൻറ് CM HM ചെയ്ത നല്ല ഒരു പ്രവൃത്തിയാണ് ഷൗക്കത്ത് അലിയുടെ പോസ്റ്റ് ചെയ്തത്. അങ്ങനെയുള്ള ഓഫീസർ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ഡയറക്റ്റ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ 5 വർഷം 6 വർഷം 10 വർഷം സർവീസുള്ള പോലീസ് ഓഫീസറിന് എന്തോന്നറിയാം. ഈ UPSC എക്സാം എഴുതി ആ ദിവസത്തെ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉത്തരം പറഞ്ഞ് റിട്ടേൺ എക്സാം പാസ്സായി, അത്രയേ ഉള്ളൂ. അവർക്ക് പോലീസിനെ പറ്റി എന്തറിയാം? ഒന്നും അറിഞ്ഞൂടാ. പോലീസിനെ പറ്റി പഠിച്ച് എന്തെങ്കിലും ഒരു വിവരം വരണമെങ്കിൽ 15 വർഷം എടുക്കും. DIG മിനിമം DIG ആണ്. അപ്പോഴേ അവർ മനസ്സിലാക്കി തുടങ്ങുള്ളൂ. എന്നാലും ഇൻവെസ്റ്റിഗേഷൻ സ്കിൽ അവർക്കില്ല. ഇൻവെസ്റ്റിഗേഷൻ സ്കിൽ എപ്പോഴും കട്ടിംഗ് ലെവൽ SI തൊട്ടുള്ളതാണ്. ഇപ്പോൾ ഷൗക്കത്ത് അലി, എനിക്ക് തോന്നുന്നു ഷൗക്കത്ത് അലിയുടെ ജീവിതത്തിൽ ഇതുവരെ ഒരു 1000 കേസിന് കോടതിയിൽ പോയി മൊഴി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഡയറക്റ്റ് IPS ഓഫീസേഴ്സിന് അതിനുള്ള ഇതില്ല. എന്നാൽ അവരുടെ കുഴപ്പമില്ല. അവർ സൂപ്പർവൈസർ ഓഫീസേഴ്സാണ്.
അവരത് കേസ് അന്വേഷിക്കാറില്ല. വളരെ ചുരുക്കം, വളരെ റയറസ്റ്റ് ഓഫ് ദ റയർ മാത്രമേ കേസ് ഡയറി എഴുതാനും അല്ല എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്യാനും കോടതിക്ക് റിപ്പോർട്ട് എഴുതാനും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് തയ്യാറാക്കാനും വളരെ ഡയറക്റ്റ് ഓഫീസേഴ്സ് ഇല്ലയെന്ന് ഞാൻ പറയില്ല, ഉണ്ട്. അപ്പം ഈ ഷൗക്കത്ത് അലി മിനിമം 32 വർഷം സർവീസുള്ളതാണ്. അയാൾ തന്നെ കോഴിക്കോട് കമ്മീഷണർ ആണതിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ സി എമ്മിൻ്റെ എക്സലൻറ്റ് പോസ്റ്റിംഗ് ആണ്, സി എമ്മിൻ്റെ HMൻ്റെ. അടുത്ത പിന്നെ ഷാജി സുഗണൻ എൻ്റെ വൈസ് പ്രിൻസിപ്പലായിരുന്നു. ഇപ്പം അയാളെ കൊല്ലത്താണ് പോസ്റ്റ് ചെയ്യുന്നത്. ഈസ് എ ഗുഡ് ഓഫീസർ. എക്കണോമിക് കറപ്ഷൻ പോലീസ് ട്രെയിനിങ് കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പലായിരുന്നു. ഹി ഹാസ് നോ എക്കണോമിക് കറപ്ഷൻ. ഇറ്റ്സ് എ ഗുഡ് പോസ്റ്റിംഗ്. കൊല്ലം കമ്മീഷണറായിട്ട് വരുന്നു. ദേവ മനോഹർ ഈസ് ഓൾസോ ആൻ ഓക്കെ ഓഫീസർ. എൻ്റെ കീഴിൽ ജോലി ചെയ്തിട്ടില്ല, ഈസ് ഓക്കെ. പിന്നെ PV വിജയൻ, അഞ്ജു പല്ലവി, ശ്രീ മോഹനചന്ദ്രൻ നായർ, മുഹമ്മദ്, ഉമേഷ് ഗോയൽ, CS ഷാഹുൽ. മറ്റുള്ള ഓഫീസേഴ്സിന് ഒന്നും എനിക്ക് വലിയ പരിചയമില്ല. അപ്പം ഇതിനകത്തുള്ളത് ഈ നമുക്കുള്ള ഒരു ബുദ്ധിമുട്ട്, ഹോം മിനിസ്റ്ററുടെ CMൻ്റെ ഒക്കെ ബുദ്ധിമുട്ട്, ഈ IG തൊട്ട് മുകളിലോട്ട് 60% പേര് കറപ്റ്റാണ്. അവർ പിന്നെ എന്തോ ചെയ്യും? പ്രശാന്തിനെ എന്നെയും പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതാണ് ഞാൻ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് കഴിയുന്നതും ബെറ്റർ പോസ്റ്റിങ്ങാണ്. പക്ഷേ ഇതിനകത്തുള്ളൊരു ഒരു ചെറിയ ഒരു നെഗറ്റീവായിട്ടുള്ള വന്നിട്ടുള്ളത് ഈ മറ്റേ എന്താ നമ്മുടെ ED വന്നപ്പം ഇവിടുത്തെ ഒരു പ്രമുഖ സീനിയർ ഓഫീസർ കട്ടിലിനടിയിൽ ഒളിച്ചു. ആ ഏരിയ വന്നില്ല. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് തന്നെ തുടരാൻ അനുവദിച്ചിരിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ പണി ഇഷ്ടപ്പെട്ടാണോ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യൂലല്ലോ, ഒരു വിവാദവും ഇല്ല. ഞാൻ ഇവിടെ എങ്ങും ഇല്ല, ഞാൻ കേട്ടില്ല. അദ്ദേഹത്തിന് അവിടെ തന്നെ പോസ്റ്റ് ചെയ്തു. അത് ഒരു ശരിയായ നടപടിയല്ല. അദ്ദേഹത്തിന് റെസ്റ്റ് എടുക്കാനായിട്ട് വേറെ എവിടെയെങ്കിലും മാറ്റേണ്ടതായിരുന്നു. ഇത് ആർമിയിലായിരുന്നെങ്കിൽ കോർട്ട് മാർഷൽ ചെയ്തന്നെ, കവേർഡാസ്. പോലീസിന് അതിന് വകുപ്പില്ല, ഓടി ഒളിച്ചതിന്. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും ആരും ഇപ്പോൾ ഒന്നും പറയുന്നില്ല. അപ്പോൾ പിന്നെ ആ ഒരു കോൺട്രവേഴ്സി ഉള്ളൂ. പിന്നെ ഒന്ന് ഷൗക്കത്ത് അലിയുടെ ഒട്ടും ഇതുമല്ല. കോഴിക്കോട് കമ്മീഷണർ പോസ്റ്റ് അത് ഡയറക്റ്റ് ഓഫീസേഴ്സിന് മാത്രം. അതെന്താന്ന് വെച്ചാൽ അദ്ദേഹം CPMന്റെ കണ്ണിലെ ഒരു കരടാണ്. അല്ല, നമുക്ക് രാഷ്ട്രീയമല്ല ഞാൻ പറഞ്ഞു. ഞാൻ അയാളുടെ അതായിരിക്കാം അതിന്റെ റീസൺ കേസ് സാറിന് അറിയാം. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ അയാൾ ബോൾഡ് ഓഫീസറാണ്. അതേസമയം നമ്മുടെ കാളിരാജ് മഹേഷ് അദ്ദേഹത്തെ മാറ്റിയിട്ടില്ല. അത് ചീഫ് മിനിസ്റ്ററുടെ ഒരു ബെസ്റ്റ് ഡിസിഷനാണ്. ഈ എക്സലന്റ് ഓഫീസർ. ഈ പിന്നെ ഗാലൻട്രി അവാർഡ് പോലീസുകാർക്ക് സാറിന് കിട്ടാറില്ല. ഞങ്ങൾ ഓടി രക്ഷപ്പെടുകയുള്ളൂ. ഒന്നീ കട്ടിലിൻ്റെ അടിയിൽ ഒളിക്കും, ലാൻഡ് സിറ്റുവേഷൻ ഓടി രക്ഷപ്പെടും. ഗാലൻട്രി അവാർഡ് കിട്ടിയ ഏക കേരള പോലീസ് ഉദ്യോഗസ്ഥനാണ് കാളിരാജ് മഹേഷ്. വേറെ ആർക്കും ഇല്ല. പട്ടാളക്കാർക്ക് ഗാലൻട്രി അവാർഡ് കൊടുക്കാറുള്ളൂ. എക്സലന്റ് ഓഫീസർ. അപ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിയിട്ടില്ല. അത് കൊള്ളാം. നല്ല തീരുമാനം. സാർ, മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ അഴിച്ചുപണി കേരള പോലീസിൻ്റെ ഒരു മുഖം മിനുക്കലിന് സഹായിക്കുമോ? മുഖം മിനുക്കലിന് സഹായിക്കാം. പക്ഷേ ആവശ്യമില്ലാതെ ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കി ആ ഓഫീസർമാരെ കൂച്ചുവെല്ലം കിടാതെ നോക്കുക. ഈ എന്ത് LDF ഗവൺമെൻറ്റിന് ഒരുപാട് പോലീസിൽ നിന്ന് പഴി കിട്ടി. അത് ഈ UDF ഗവൺമെൻറ്റാണ് ക്രിട്ടിസൈസ് ചെയ്തത്. അപ്പം വീണ്ടും LDF ഗവൺമെന്റ് അവർ പ്രതിപക്ഷമാണ്. എന്തെങ്കിലും മോശപ്പെട്ട കഴിഞ്ഞാൽ അവർ ആഞ്ഞടിക്കാൻ അവർ കഴിഞ്ഞിട്ടേ ബാക്കി. അപ്പം അതുകൊണ്ട് ഈ പിന്നെ HM-ഉം CM-ഉം UDF ടീമും കഴിയുന്നതും കോൺട്രവേഴ്സീസിൽ പോലീസ് ഓഫീസർമാരെ തള്ളിവിടരുത്. ഇപ്പോൾ ഇതിനകത്ത് പലരുടെയും നല്ല പോസ്റ്റിംഗാണ്. അപ്പം അവർ ചെയ്യുന്നത് ഒരു വലിയ അപാകത ഉണ്ടെങ്കിൽ തിരുത്താം. ഹോം മിനിസ്റ്ററും CM-ഉം അവർക്ക് തിരുത്താം. അല്ലാതെ ചുമ്മാ നേരത്തെ വെറുതെ കയറി ഇടപെട്ട് നാശമാക്കാതിരുന്നാൽ കൊള്ളാം. ഇപ്പോഴത്തെ ഹോം മിനിസ്റ്റർ മുമ്പ് ഹോം മിനിസ്റ്റർ ആയിരുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്തിരുന്നു. അന്ന് വലിയ പരാതിയൊന്നും ഇല്ലാതെ പോലീസിനെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു. അദ്ദേഹം ഇരുന്ന കാലത്ത് അങ്ങനെ വലിയ കോൺട്രഡിക്ഷൻസ് അല്ല. അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉമ്മൻചാണ്ടി സാറും കൂടെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ ആണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഈ പിന്നെ ഈ IPS അല്ല, അദ്ദേഹം ഒറ്റയ്ക്കല്ല, ഉമ്മൻചാണ്ടി സാറും കൂടെ ഉണ്ടെന്ന്. കാര്യം ഞാൻ ഈ IPS വരെ പോസ്റ്റ് ചെയ്യണം. IAS ആൻഡ് IPS IFS പോസ്റ്റ് ചെയ്യുന്നത് CM ആണ്. HM-ന്റെ റെക്കമെൻഡേഷനിൽ CM-ന്റെ
പ്രൊറോഗേറ്റീവാണ്. അപ്പം സി എമ്മിനും ഒരു അതിനകത്തൊരു അപ്പം സി എമ്മും എച്ച് എമ്മും കൂടെ ആണ് എല്ലാം ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ഒരു നല്ല പേര് ഇവർ രണ്ടുപേർക്കും ക്രെഡിറ്റ് ഉള്ളതാണ്. പക്ഷെ അന്നത്തേന് ശേഷം പിന്നെ ഈ പറഞ്ഞതുപോലെയാണ് ഈ 2016 തൊട്ടാണ് പിന്നെ പതുക്കെ അല്ല അത് പിന്നെ അവർ നല്ല വളരെ ബുദ്ധിപൂർവ്വമായിട്ട് കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുന്ന ഓഫീസേഴ്സിനെ കീ സ്ഥലത്ത് പോസ്റ്റ് കൊടുത്തിട്ടില്ല. ഒന്നും നിങ്ങളൊന്നും ചെയ്യണ്ട, അതാണ്. അത് പാടില്ലല്ലോ. അത് ഇന്ന പാർട്ടി എന്നല്ല, ഏത് രാഷ്ട്രീയ പാർട്ടി അങ്ങനെ പോലീസിനെ കംപ്ലീറ്റ് എന്താ പാരറ്റ് ഇൻ ദ കേജ് അങ്ങനെ സുപ്രീം കോടതി അങ്ങനെ ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതങ്ങ് അഴിച്ചുവിടുകയും വേണ്ട. ഇപ്പോൾ വട്ടിയൂർക്കാവിലൊരു CI എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് എനിക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞൂടാ. പക്ഷേ അതിലേക്ക് തള്ളിവിട്ട സംഭവങ്ങൾ എന്താണ്? ഇത് പെട്ടെന്ന് അതിനേക്കാളും വലിയൊരു സംഭവമായിരുന്നു ഇത്. ഇ ഡി പെട്ടെന്ന് ഈ വട്ടിയൂർക്കാവ് കൗൺസിലർ അതെന്താണ് അവിടെ പോയി വെടിവെക്കേണ്ട. മാത്രമല്ല ഈ പർട്ടിക്കുലർ CA പറ്റി ഇതിന് മുമ്പും ഒരുപാട് പരാതിയുണ്ട്. ഇതെന്താ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് പരാതിപ്പെട്ടുകൊണ്ടിരിക്കും. എനിക്കൊന്ന് പോടാ പുല്ലേ പോലീസ് എന്നൊക്കെ പറഞ്ഞ് പ്രകടനം നടത്തിയില്ലേ, അതെല്ലാം ഈ അഭിലാഷ് കാരണമാണ്. വിപിനാണോ? ഈ വട്ടിയൂർക്കാവ് CA ആണ്. അപ്പം ഈ ഒരു ഗ്രൂപ്പ് നിരന്തരം ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അയാൾ എന്തുകൊണ്ട് നേരത്തെ അവിടെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അവിടുത്തെ കോൺഗ്രസ്സുകാർക്കും BJP-കാർക്കും ഒക്കെ ഈ CA കുറിച്ച് വലിയ പരാതികൾ. അല്ല, അങ്ങനെ പരാതി അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാറ്റണം. ഈസ് നോട്ട് ഇൻഡിസ്പെൻസിബിൾ. അങ്ങനെ അതിൽ മെറിറ്റ് ഉണ്ടെങ്കിൽ. അപ്പം ഇത് ഒരു മുഴച്ചു നിൽക്കുന്നു. ആരും പറഞ്ഞാൽ പോലീസ് പൊതുവെ ഉറക്കമായിരുന്നു നമ്മുടെ പോലീസ് കുറച്ച് നാളുകളായിട്ട്. പഴയ ഓഫീസേഴ്സാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പോയി വെടിവെക്കും. അപ്പം ഞാൻ വിചാരിച്ചു വലിയ ഗുണ്ടയെ പിടിച്ചെന്ന്. അപ്പം ഇത് ഗുണ്ടയൊന്നും അല്ല, അയാളൊരു കൗൺസിലറാണ്, ഏത് പാർട്ടിയോ ആവട്ടെ. അപ്പം അത് ശരിയല്ല എന്ന് ടാക്സ് പേയിങ് സിറ്റിസൺസ്, ഒബ്സർവ് ചെയ്യുന്ന സിറ്റിസൺ എന്നുള്ളതിൽ ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് വേറെ ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഈ പഴയ ആളുകൾ തന്നെയാണ്, ഈ മേലുദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ തന്നെയാണ് ഇത് കണ്ടിന്യൂ ചെയ്തെന്നുള്ളതാണ്. അതുകൊണ്ടാണിത്. എന്തായാലും സാർ, നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന മാറ്റങ്ങൾ കേരള പോലീസിന് അനുഗ്രഹമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ, ഒരുപാട് നാളായിട്ടില്ല, ഒരു മാസം പോലും തികഞ്ഞിട്ടില്ല. എന്തായാലും അവർക്ക് ശുഭപ്രതീക്ഷയോടുകൂടി ഒരു നല്ല എന്താ പറയുക, സ്ത്രീ സുരക്ഷ അടക്കമുള്ള വിഷയങ്ങളിൽ പോലീസിൻ്റെ ശരിയായ ഒരു പോലീസിങ് അത് നമ്മുടെ നാടിന് കിട്ടട്ടെ, അത് നമ്മുടെ പൗരന്മാർക്ക് ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കും ഈ മാറ്റത്തെ സന്തോഷപൂർവ്വം wish all the Godspeed for the എല്ലാ അനുഗ്രഹങ്ങളും officers and HM and CM. നമുക്കും അങ്ങനെ തന്നെ കരുതാം. വന്ദേ മാതരം.